വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 4-6 സൂക്തങ്ങൾ അതിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് ഇവിടെ നൽകുന്നത്. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കഴുത്തുകൾ കുഴഞ്ഞു പോകത്തക്ക രീതിയിലുള്ള ഒരു ദൃഷ്ടാന്തം മാനത്ത് നിന്ന് നാം ഇറക്കുമായിരുന്നു. പരമകാരുണ്യനിൽ നിന്നും, അതായത് പരമകാരുണ്യനായ ദൈവത്തിൽ നിന്നും പുതുതായി വരുന്ന ഉത്ബോധനങ്ങൾ ഇവർ അവഗണിക്കുകയാണ്. ഇപ്പോഴും അവർ നിഷേധിക്കുകയാണല്ലോ. അവർ പരിഹസിച്ച് തള്ളുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അടുത്ത് തന്നെ അവർ അറിയുക തന്നെ ചെയ്യും. ദൈവം ഈ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്ന സന്ദേശങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കാനായി മാനത്ത് നിന്നും ഒരു ദൃഷ്ടാന്തം, അതൊരു പക്ഷേ ദൈവിക ശിക്ഷയാകാം, അതല്ലെങ്കിൽ അവരുടെ കഴുത്ത് ഞെരിക്കുന്ന, കണ്ണുകൾ തുറിച്ചു പോകുന്ന മറ്റു പല ദൃഷ്ടാന്തങ്ങളൊക്കെ ആകാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ ദൈവീ സന്ദേശം സ്വീകരിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കാമായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മനുഷ്യർക്ക് ബുദ്ധിയും വിവേകവും നൽകിയിട്ടുണ്ട്. സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അത് വിശദീകരിച്ച് പഠിപ്പിക്കുവാനും പ്രബോധനം ചെയ്യുവാനുമായിട്ട് പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടുണ്ട്. അതും കൂടാതെ ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലും ധാരാളം ദൈവിക ദൃഷ്ടാന്തങ്ങൾ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ഇവയൊക്കെ അവഗണിച്ച് ധിക്കാരികളും നിഷേധികളുമായി ജീവിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ പാട്ടിനെ അവർ വിട്ടേക്കുക. ഇതാണ് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത്. ജനങ്ങളെ നിർബന്ധപൂർവം ഈ വേദം സ്വീകരിപ്പിക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടേയില്ല. യൂനുസ് എന്ന അധ്യായത്തിൽ 101 സൂക്തത്തിൽ പറയുന്നുണ്ട്, അവരോട് പറഞ്ഞേക്കുക, അതായത് നിഷേധിക്കുന്ന ആളുകളോട് പറഞ്ഞേക്കുക, ആകാശഭൂമിയോടിലുള്ള വസ്തുക്കളിലേക്ക് കണ്ണു തുറന്ന് നോക്കുക. എണ്ണിയാലൊടുങ്ങാത്ത ദൈവീയ ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. എന്തു വന്നാലും ദൈവത്തിലും വേദത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തവർക്ക് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും താക്കീതുകൾ കൊണ്ടും എന്ത് പ്രയോജനം?